ഹായ് കൂട്ടുകാരെ, എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തണ്ണിമത്തൻ്റെ തോട് വെച്ചിട്ടുള്ള ഒരു നല്ലൊരു തേങ്ങ അരച്ച ചാറുകറിയുടെ റെസിപ്പിയുമായിട്ടാണ്. നമ്മൾ സാധാരണയായി തണ്ണിമത്തം കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തൊലി കളയാറാണ് പതിവ്, ശരിയല്ലേ? എന്നാൽ പോഷക ഗുണങ്ങൾ ഏറെയുള്ള ഈ ഭാഗം കൊണ്ട് ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും ഉപകരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് എത്ര പേർക്ക്. ഈ തണ്ണിമത്തൻ്റെ തോല് കൊണ്ട് ചാറ് കൂടാതെ നമുക്ക് അച്ചാറുണ്ടാക്കാം, അതുപോലെ നമുക്ക് തോരൻ വെക്കാം, മെഴുക്ക് വരട്ടാം, അങ്ങനെ പല പല ഗുണങ്ങളുണ്ട് കേട്ടോ. ഈ തണ്ണിമത്തൻ്റെ തൊലി നമ്മുടെ ചർമ്മത്തിന് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് നൽകും. അതുപോലെ തന്നെ ഇതിൻ്റെ വെള്ളഭാഗം അരച്ച് മുഖത്ത് തേക്കുന്നത് ചർമ്മത്തിലെ ചൂട് കുറയ്ക്കാനും തിളക്കം നൽകാനും ഒക്കെ സഹായിക്കും. പുറത്തൊക്കെ പോയിട്ട് വരുന്ന സമയങ്ങളിൽ നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന ടാനൊക്കെ മാറ്റാൻ വേണ്ടി നമുക്ക് ഇതിൻ്റെ ആ വെള്ളഭാഗം കൊണ്ട് മുഖത്തൊരു 10 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. ശരിക്കും ഇതൊരു ടോണറാണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഇതിൻ്റെ ഈ തൊലിയൊക്കെ നമ്മൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം അതിൻ്റെ പുറത്തുള്ള ഈ തൊലി നമ്മൾ ചെത്തി കളയണം. ഈ തണ്ണിമത്തൻ്റെ തോലിൽ വളരെയധികം നാരുകൾ ഉള്ളതിനാൽ നമ്മളുടെ ദഹനമൊക്കെ നല്ല രീതിയിൽ നടക്കും. അപ്പോൾ നമ്മുടെ തണ്ണിമത്തൻ്റെ പുറത്തെ ആ തൊലിയൊക്കെ നമ്മൾ ചെത്തി കളയുന്നുണ്ട് കേട്ടോ. നൈസായിട്ടൊന്ന് ചെത്തി കൊടുത്താൽ മതിയാവും. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്ക് എത്ര വലിപ്പം വേണം അതിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഈ തണ്ണിമത്തൻ്റെ ഈ തോല് കൊണ്ട് നമുക്ക് മോരും കൂടെ ഇട്ട് കാച്ചുമൊക്കെ ചെയ്യാം. നല്ല ടേസ്റ്റാണ്. ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഒരു പച്ചമുളക്, അതുപോലെ നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുപോലെ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മൂടി വെച്ച് വേവിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എരിവ് പച്ചമുളകിൻ്റെ എരിവാണ് നമുക്കിതിൽ ആവശ്യമായിട്ടുള്ളത്. കാശ്മീരി പൗഡർ നമ്മൾ ഒന്ന് കളർ ഇത്തിരി കൂടാൻ വേണ്ടി ഇട്ട് കൊടുത്തേ ഉള്ളൂ. അപ്പോൾ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും മുളകൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ നല്ല മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മൂടി വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം. ഇതുകൊണ്ട് തോരനും അതുപോലെ മെഴുക്കുവരട്ടിയൊക്കെ വെച്ചാലും ടേസ്റ്റാണ്. അതുപോലെ നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മൂടി വെച്ച് അത് അവിടെ നിന്ന് വെന്ത് വരട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കാം ഇതിനാവശ്യമായിട്ടുള്ള. ഞാൻ തേങ്ങ അരയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ കൊത്തിയാണ് ഞാൻ എടുക്കാറ്. ഞാൻ തേങ്ങ ചിരവാറില്ല. നമ്മളിത് ഫ്രിഡ്ജിൽ തലേദിവസം വെച്ചിട്ട് ഇങ്ങനെ ചെത്തുവാണെങ്കിൽ വളരെ വേഗം വരും. അല്ലെങ്കിൽ നമ്മളൊരു ഗ്യാസിൻ്റെ മുകളിൽ ചിരട്ട വെച്ച് കൊടുത്ത് ഒന്ന് ചൂടാക്കുമ്പോൾ ഇതുപോലെ നന്നായിട്ട് വേഗം അടന്നു വരും. അപ്പോൾ ഇങ്ങനെ അടന്നു വന്നത് നമ്മൾ ചെത്തിയെടുത്തിട്ട് ഇങ്ങനെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല നമ്മൾ തിരുമ്മിയ തേങ്ങ പോലെയാവും. ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് കേട്ടോ. അതിന് ശേഷം നമ്മളൊരു 5 ചെറിയുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 2 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു 1/4 സ്പൂണ് ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മുടെ തണ്ണിമത്തൻ്റെ തോല് ചേർത്ത് കൊടുത്തേക്കുന്നുണ്ട്, അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അതിനുശേഷം നമ്മളുടെ ഇതൊക്കെ വെന്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട്. വെള്ളരിക്കേക്കാളും കുറച്ച് വേവ് ഇത്തിരി കൂടുതലായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മുടെ അരപ്പൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. നമ്മുടെ അരപ്പിൽ നമ്മൾ അരപ്പ് ചേർത്തതിന് ശേഷം നമ്മുടെ ഈ കറി തിളയ്ക്കാൻ പാടില്ല. തിളച്ച് കഴിഞ്ഞാൽ വെള്ളവും അതുപോലെ തന്നെ നമ്മുടെ അരപ്പും രണ്ടായിട്ട് നിൽക്കും. നമ്മുടെ ഈ തൈരൊക്കെ പിരിഞ്ഞാൽ പാലൊക്കെ പിരിഞ്ഞ പോലെ ആയിപ്പോവും. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ചൂട് വന്നാൽ മാത്രം മതി കേട്ടോ. ചെറുതായിട്ട് അതിൻ്റെ ആ ബബിൾസൊക്കെ പൊങ്ങി വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇനി നമ്മളുടെ കറിയൊക്കെ നമ്മൾ ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് മാറ്റി വെച്ച് നമ്മൾ ഇതിനകത്തേക്ക് കടുക് വറക്കാൻ വേണ്ടി പോവുക. കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തു, കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. വെളിച്ചെണ്ണയ്ക്കകത്ത് ചെയ്യുന്നതായിരിക്കും നല്ലത്. കുറച്ച് ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത്, പിന്നെ നമ്മൾ കുറച്ച് ഉണക്കമുളക് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ല ബ്രൗൺ കളറാവുന്നവരെ നന്നായിട്ട് മൊരിഞ്ഞു വന്നതിന് ശേഷം നമ്മൾ കറിയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് താളിപ്പ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതേ രീതി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഭയങ്കര ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ഒരു മുട്ട പൊരിച്ചതോ അല്ലെങ്കിൽ ഒരു ഉണക്കമീൻ പൊരിച്ചതോ അല്ലെങ്കിൽ ഒരു മീൻ വറുത്തതോ ഒക്കെ കൂട്ടി നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് കേട്ടോ. അപ്പം നമ്മൾ ഉച്ചയ്ക്ക് ചോറും നമ്മൾ നങ്ക് മീനായിരുന്നു, ആ നങ്ക് മീനും കൂടെ നമ്മൾ ഫ്രൈ ചെയ്തതുകൊണ്ട് അതുപോലെ മുളകിൽ പറ്റിച്ചതും ഉണ്ട് കേട്ടോ. ഇവിടെ മോന് കൊടുക്കാൻ വേണ്ടി നമ്മൾ നങ്ക് മീൻ ഫ്രൈ ചെയ്തതും ഈ കറിയുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ സൈഡിലൊരു ശക്കല അച്ചാർ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കഴിക്കാൻ എടുത്തപ്പോൾ കുറച്ച് നങ്ക് പറ്റിച്ചതായിട്ടാണ് എടുത്തത്. നങ്ക് നല്ല മുളകിനകത്ത് പറ്റിച്ചെടുത്തത്. നല്ല ടേസ്റ്റാണ് ഇതൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടി. നിങ്ങൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് കറിയൊന്ന് തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.